ഞാൻ അപ്പൊ സമ്മതിച്ചു. ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഇമോഷണൽ ചാടിക്കുക. അപ്പൊ ഷാരി എന്ത് കാണും, ഷാരി പാതി കേട്ടിട്ട് എന്ത് പാതി കേട്ടാ പറഞ്ഞു ജസ്റ്റ് എനിക്ക് പ്രത്യേകത കുറച്ച് 2 minutes വായിച്ചതിലേക്ക് കാര്യം മുഴുവൻ കിട്ടും. ഞാൻ ശരിക്കും സംസാരിക്കും, അത് മുഴുവൻ സംസാരിക്കില്ലേ. അതെ പറയണേ, ഇവിടെ എല്ലാരും പറയണൊന്നും വിശ്വസിക്കണം. തൊട്ട് ഞാനിങ്ങനെ ഉറങ്ങാതെ നിമിഷം വരെ ഞാൻ ഒരു കോളം കണ്ണെടുത്തിട്ടില്ല. ഇതിങ്ങനെ വേർപ്പിടിച്ചിട്ട് ഇവർക്ക് എന്തോ കളി എനിക്ക് ഇഷ്ടപ്പെടുന്നില്ലല്ലോ വിചാരിച്ച് നോക്കിയപ്പോഴാണ് ഇവൻ ഈ ഒരു വാക്ക് രേണുവിനെ പറഞ്ഞത്. അതെനിക്ക് ഭയങ്കര ഫീലായി. മറ്റേതും അതും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതും എനിക്ക് ഫീൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം നമുക്ക് എന്തും പറയാം, ഒരു നമ്മളെ കുടുംബത്തിൽ ഇവര് നമ്മളെ സ്വത്തുനിന്ന് അടിച്ചു മാറ്റി നമ്മളെ പെങ്ങളെ കൊണ്ട് പോയ ടീമൊന്നും അല്ല. റൗണ്ട് അടിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് സംസാരിക്കുന്നതും നമ്മൾ തെറ്റ് ചെയ്യുന്നതും എന്തെല്ലാം കാര്യങ്ങൾ. അപ്പൊ ആ 2 സ്റ്റേറ്റ്മെന്റ് ഞാനെന്താ പറയാ, ഒന്നും സംഭവിച്ചിട്ടില്ല. ശരിക്കും നിങ്ങള് ചെറിയ ചെറിയ കാര്യങ്ങളാണ്, അതിനാണ് ഇങ്ങനത്തെ പേയ്മെന്റ് കൊടുക്കുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളെ ഇപ്പൊ ഇനീഷ്യലി ഉള്ളൂ. പോകുമ്പോഴാണ് ഒത്തിരി ആവുന്നത്. എനിക്കതിന് മുന്നേ തന്നെ പറഞ്ഞത് ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞത് കുറച്ച് ഓവറാണോ എന്നൊരു സംശയം തോന്നിയിരുന്നു. പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് ഈ പറയുന്നത് പോലെ ആളുടെ കയ്യിലുള്ള കണ്ടന്റുകൾ, വേസ്റ്റ് ആയിട്ടുള്ള കണ്ടന്റുകളാണ് ആളുടെ കയ്യിലുള്ളത്. അയാൾ ഒരു കാര്യത്തിൽ ഇടപെടുന്നതാണെങ്കിലും ഒരു റെലവൻ്റ് അല്ലാത്ത കണ്ടന്റുകളായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ ആളെ സെപ്പിട്ടാങ്ങെന്ന് വിളിച്ചത്. അല്ലാതെ ഒരു ബോഡി ഷേമിങ്ങിനായിട്ടോ അല്ലെങ്കിൽ ആളെ ഈ മൊത്തത്തിൽ കേൾക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഇപ്പം എൻ്റെ പാഷാണത്തിൽ കൃമിന്നാണ് ആളും പറഞ്ഞത്. അപ്പോൾ ഞാൻ അതിനെ ഞാൻ കരുതുന്നു. കാരണം ഞാൻ അങ്ങനെ ചൊറിയുന്ന ഒരാളാണ്. അങ്ങനെ ഞാൻ ട്രിഗർ ചെയ്യാനൊക്കെ ഞാൻ ജസ്റ്റ് ട്രിഗറും ചെയ്യാം. അപ്പം ഞാൻ എന്നിട്ട് ഷാനവാസ്കാരുടെ അടുത്ത് പറഞ്ഞു ഞാനൊന്ന് കൊടുത്തിട്ടുണ്ട്, ചിലപ്പോൾ എന്നെ തിരിച്ചെൻ്റെ പേര് പറയും. അപ്പം അങ്ങനെ ട്രിഗർ ചെയ്യാൻ വേണ്ടി പറഞ്ഞാണ്. പക്ഷെ വേറൊരു അവരെ വിധവമാരുടെ എന്താ പറയുക കൂട്ടത്തിൽ നിന്നൊരു സ്ത്രീയെ വിധവമാരെ റെപ്രസെന്റ് ചെയ്ത് വന്നു. എനിക്കതൊന്നും അറിയില്ല, വിധവമാരെ റെപ്രസെന്റ് ചെയ്ത് വന്നതൊന്നും അറിയില്ല. അങ്ങനെയാണ് വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എൻ്റെ കുടുംബത്തിലും എൻ്റെ നാട്ടിലും എൻ്റെ ഒരുപാട് എൻ്റെ അറിവിലുള്ള വിധവന്മാരുണ്ട്. അതൊക്കെ ഞാൻ ബഹുമാനിക്കുന്ന ആളാണ്. ഇതിൽ ആക്ച്വലി എനിക്ക് പേഴ്സണലി രേണു ചേച്ചിയുടെ അടുത്ത് ഞാൻ ഈ ഒരു പേര് സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞത് ഈ ഒരു അർത്ഥത്തിലാണ് എന്ന് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞാനിപ്പോൾ അടുത്തപ്പോഴേലും ഞാൻ ചേച്ചിനൊക്കെ കേട്ട് പറയും ഇതാണ് സംഭവം. അതല്ലാതെ അതിൽ തെറ്റിദ്ധരിക്കപ്പെടാൻ, അതായത് ഒരു കോർണർ ചെയ്യാനുള്ള ഒരു പ്ലാൻ നടക്കുന്നുണ്ട്. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഇത് കാണുന്ന ജനങ്ങളുടെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ രേണു ചേച്ചിയുടെ അടുത്തും ഈ പറയുന്നത് പോലെ എൻ്റെ പ്രായത്തിന് എന്നെ 2 വയസ്സിന് മൂപ്പാണ്. അപ്പോൾ ഞാൻ പറയാൻ അതായത് ചേച്ചി ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അഥവാ ചേച്ചിക്ക് ഹേർട്ടായിട്ടുണ്ടെങ്കിൽ സോറി എന്ന് പറയാൻ ഞാൻ തയ്യാറാണ്. ഞാൻ അതിനൊരു സന്ദർഭം കിട്ടിയാൽ ഞാൻ പറയും.